ഞങ്ങളെല്ലാവരും കുറേ കാലം ഹായ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങളെല്ലാവരും കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ ഈ ഒരു മെറ്റീരിയൽ എടുത്ത് ഒരു ഓട് വന്ന് ഇച്ചുമനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തുണി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പോൾ എല്ലാവരും ഒപ്പം ഒരേപോലെ ഡ്രസ്സ് ഇട്ടു ഗൈസ്. പുലിക്കുട്ടികൾ. ശരി, ഞങ്ങളിപ്പോൾ നോമ്പിൻ്റെ കുറച്ച് പർച്ചേസിനും ഷോപ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ട് പോവാണേ. ഓക്കെ, കുറേ മാസങ്ങളായിട്ടോ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം പോയിട്ടേ ഇല്ല. ഫസ്റ്റ് വന്ന ദിവസം എന്തോ കുറച്ച് സാധനങ്ങൾ വാങ്ങി, പിന്നെ പോയിട്ടേ ഇല്ല. എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഒപ്പിച്ചൊപ്പിച്ച് അങ്ങനെ പോവായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നോമ്പിന് എന്തായാലും അത് നടക്കില്ല. അപ്പോൾ രണ്ടും കൽപ്പിച്ച് നോമ്പിൻ്റെ തലേ ദിവസമല്ലേ അന്ന് ആണ് ഇറങ്ങിയത്. അപ്പോൾ വീട്ടിൽ ഇനിയും കുറച്ച് ആ പെയിൻറ്റിങ്ങിൻ്റെ പണികളൊക്കെ ബാലൻസ് ഉണ്ട്. പെട്ടെന്നൊന്ന് തീർത്താൽ നമ്മുടെ മുകളിൽ വെച്ചിരിക്കുന്ന കുറേ നമ്മുടെ പാത്രങ്ങളൊക്കെ എടുത്ത് താഴെ കൊണ്ടുവരാമെന്നൊക്കെ വിചാരിച്ചിട്ട് അതും കൂടെ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം അങ്ങനെ നമ്മൾ അതേ പർച്ചേസിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് സാധനമൊന്നും വാങ്ങുന്നില്ല, പക്ഷേ എനിക്ക് കുറച്ച് ആവശ്യമുള്ള കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന പോലത്തെ കുറച്ച് സാധനങ്ങൾ കുറേ ആയിട്ട് വാങ്ങിയിട്ടില്ല. ബട്ടർ, പിന്നെ ചീസ്, മോസറല്ല ചീസ്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇല്ലേ. ഓക്കെ, അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു. മീൻ എനിക്ക് അത്താഴത്തിന് ചെമ്മീൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുട്ടികളും ഞാനും നന്നായിട്ട് ഫുഡ് കഴിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അത്താഴത്തിന് കഴിക്കാൻ നമുക്ക് മടി ഉണ്ടാവില്ല. നോക്കിയപ്പോൾ ചെമ്മീൻ നല്ല ചെമ്മീനൊന്നും കണ്ടില്ല. അപ്പോൾ പിന്നെ അത് മാത്രം എടുത്തില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അത്താഴത്തിന് ഞാൻ മിക്ക വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചെമ്മീനായിരിക്കും റെഡിയാക്കി വെക്കും. എന്നിട്ട് ആവശ്യ സമയത്ത് നമുക്ക് എടുത്ത് പൊരിച്ചാൽ മതിയല്ലോ പറഞ്ഞിട്ട്. അങ്ങനെ കുറച്ച് ഡയറി പ്രോഡക്ട്സൊക്കെ അത്യാവശ്യം കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് വിട്ട് എൻ്റെ മൂഡ് എപ്പോഴാണ് മാറുക, അതുകൊണ്ട് ഞാൻ എപ്പോഴാണ് വരിക എന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല കേട്ടോ. പിന്നെ നമ്മുടെ യോഗട്ട് കിട്ടിയില്ല, അപ്പോൾ പിന്നെ അതും എടുത്തില്ല. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മളെടുത്തു. ഒരു എത്ര ബില്ലായിട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റൂ ഗൈസ്. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അതിൻ്റെ പിറ്റേ ദിവസം, അതായത് നോമ്പ് ഇല്ലാത്ത ദിവസമാണ് കേട്ടോ. ശരിക്കും അത്താഴത്തിൻ്റെ അന്നത്തെ ദിവസം എനിക്ക് വേറൊരു ഷൂട്ടുണ്ടായിരുന്നു. നോമ്പെടുത്തിട്ട് പോയി കഴിഞ്ഞാൽ നല്ല കഷ്ടപ്പെടും. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, അന്നത്തെ ദിവസം എന്തായാലും പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനും റനക്കുട്ടിയും കൂടെ റെഡിയായിട്ട് ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത്. അവരവിടെ നിന്ന് ഓട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതും കൂടെ റെഡിയാക്കി വെക്കാം, പിന്നെ നോമ്പ് സമയത്തിനും ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിന് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഇവിടെ നമ്മുടെ ഫ്രണ്ടിൽ ഈ ഒരു UPVC ഡോറ് വെക്കാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ റൂമിലേക്ക് കുട്ടികളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് മറ്റേ റൂം കിച്ചണും അല്ലെങ്കിൽ ഡൈനിങ് ഹാളായിട്ടോ എന്തെങ്കിലും ആയിട്ട് യൂസ് ചെയ്യാമല്ലോ പറഞ്ഞിട്ടാണ് കേട്ടോ. പിന്നെ അത്താഴത്തിന് വേണ്ടിയിട്ടുള്ള പണികളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മട്ടൻ കറി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് നോമ്പ് തുറക്കാൻ. പിന്നെ പത്തിരിയാണ് ഇന്ന് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പൊതുവേ എനിക്ക് പത്തിരി, ഇങ്ങനത്തെ നെയ്സ് പത്തിരി ഉണ്ടാക്കാൻ അറിയില്ല. അതായത് മാവ് ഇങ്ങനെ വാട്ടാനായിട്ട് അറിയില്ല. അമ്മയൊക്കെ വരുമ്പോഴാണ് ഉണ്ടാക്കി തരാം. അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ പുതിയ താത്ത മാവ് വാട്ടിത്തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പത്തിരീൻ്റെ പണികളൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ പണികൾ എന്താണെന്ന് വെച്ചാൽ അപ്പുറത്ത് ഹാളും നമ്മുടെ ഷെൽഫ് കാര്യങ്ങളൊക്കെ എല്ലാം ഒന്ന് അടുക്കി പെറുക്കിയൊക്കെ വെക്കാമെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. കാരണം ഫുൾ ടേബിളിൻ്റെ പുറത്താണ് എല്ലാ സാധനങ്ങളും ഉള്ളത്. ഒന്ന് മനസ്സമാധാനത്തോട് നോമ്പ് തുറക്കാൻ പോലും നമുക്ക് സ്ഥലമില്ല കേട്ടോ. അപ്പോൾ പെയിൻറ്റ് പണിക്കാരത്ത് എനിക്ക് എങ്ങനെയെങ്കിലും ഇത് എന്തായാലും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇന്ന് പെയിൻറ്റ് പണി ശരിക്കും കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞത് കുറച്ചൊന്ന് ഉണങ്ങിയപ്പോൾ ഞാൻ സാധനങ്ങൾ വെക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഇതിൻ്റെ ഗ്ലാസ്സുകളൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യാണ് കേട്ടോ. ഇത് ഞാൻ ഒരു ഇൻസ്റ്റഗ്രാമിൽ നിന്ന് റെഫറൻസ് എടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു ഷെൽഫ് ഉണ്ടാക്കിയത്. പക്ഷേ അതിനകത്ത് ലൈറ്റൊക്കെ ഉണ്ട്. നമുക്ക് ഇതിന് ലൈറ്റ് വെക്കാനുള്ള സെറ്റപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഓവർ നമ്മൾ പ്രതീക്ഷകളൊക്കെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഒരു പണി നടക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് വെച്ച് ഒപ്പിച്ച് അത്യാവശ്യം ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് സാധനങ്ങൾ ടേബിളിലുള്ളതൊക്കെ ഒന്ന് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ ഷെൽഫിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് മുകളിലുള്ള എൻ്റെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്തിട്ട് വരാനായിട്ട് പറ്റും. അപ്പോൾ ഏതായാലും നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷൂട്ടും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയും കൂടെ ആയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ തുടങ്ങുന്നത്. ഇപ്പോൾ ആദ്യത്തെ പോലെ എന്താ പറയുക, വീഡിയോ എടുക്കാനൊന്നും ഒട്ടും താല്പര്യമില്ല.
അതുകൊണ്ട് മാക്സിമം ഇങ്ങനെ ഒഴിഞ്ഞ് മാറി പോകുന്നൊരു ടൈപ്പ് ആയിട്ടുണ്ട് ഞാൻ. നിങ്ങൾക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവും ഞാൻ അങ്ങനെ വീഡിയോസൊന്നും എടുക്കുന്നില്ല എന്നുള്ളത്. എടുക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് എടുക്കണം എന്നൊരാഗ്രഹമുണ്ട്. ഇനിയിപ്പോൾ സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെ ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഒട്ടും താല്പര്യമില്ലാതായത്. അപ്പോൾ ഈ ഷെൽഫ് കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റായി എനിക്ക് വേണ്ട ഒരു അറ്റ്മോസ്ഫിയറൊക്കെ സെറ്റായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇൻട്രസ്റ്റൊക്കെ വരുമായിരിക്കൂലേ. പിന്നെ നമ്മുടെ ബാധ്യതകളെ കുറിച്ച് ആലോചിച്ചാൽ ഓട്ടോമാറ്റിക്കലി ഇൻട്രസ്റ്റ് വരേണ്ടതാണ്. പക്ഷേ ഇപ്പം എന്താണെന്നറിയില്ല, ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ റെഡിയാവും എന്ന് വിചാരിച്ചിട്ട് ഒരു ഇരിപ്പാണ് കേട്ടോ. ഞാൻ ഇന്നത്തെ ദിവസം എനിക്ക് അത്യാവശ്യം നല്ല, അതായത് നോമ്പ് ഫസ്റ്റ് നോമ്പിൻ്റെ ദിവസത്തെ കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടിരുന്നു. പക്ഷേ ചില അപ്രൂവൽ കാര്യങ്ങളൊക്കെ കിട്ടാത്തത് കൊണ്ട് എനിക്ക് ഉണ്ടാക്കാനും പറ്റിയില്ല. നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ പോയി കിടന്നു. പക്ഷെ കിടക്കുമ്പോഴും ഒരു മനസ്സമാധാനമില്ല, ഒന്നും ഉണ്ടാക്കുന്നില്ലല്ലോ ഫസ്റ്റ് നോമ്പായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ വിചാരിച്ചു എല്ലാറ്റിലും പെർഫെക്ഷൻ നോക്കിക്കഴിഞ്ഞാലുള്ള സമാധാനം പോകുന്നല്ല, അതൊരു കാര്യമില്ല എന്നുള്ളത്. ഉള്ളതൊക്കെ വെച്ച് ഒപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് ലേറ്റായിട്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനും വേണ്ടിയിട്ട് അങ്ങനെ കയറിയതാണ് കേട്ടോ. അങ്ങനെ ദൂരമൊക്കെ നിന്ന് നോക്കുകയാണ് എൻ്റെ ഷെൽഫ് നന്നായിട്ടുണ്ടോ, നമ്മുടെ പഴയ വീടിൻ്റെ പോലെ ആയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ആംഗിളിലൊക്കെ നിന്ന് നോക്കൂ കേട്ടോ. പക്ഷെ പെയിൻറ്റിങ് എനിക്ക് ആ പക്ക ഒരു വൈറ്റ് കിട്ടിയിട്ടില്ല. എനിക്കെപ്പോഴും എന്തെങ്കിലും ചൂസ് ചെയ്യുമ്പോൾ ഓൾവേസ് കൺഫ്യൂഷൻ ആയിരിക്കും, തെറ്റിപ്പോവോ, എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ മറ്റേ റൂമും കൂടെ ഇന്നൊന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതേ നമ്മുടെ പുരാവസ്തുക്കളൊക്കെ നോമ്പിനെടുക്കുന്ന സംഭവങ്ങളൊക്കെ എടുത്തൊന്ന് വാഷ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. തണ്ണിമത്തൻ ജ്യൂസ് ഹയാനും റണ്ണക്കുട്ടിയും കൂടെ അടിച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് മാറ്റി വെച്ചു കേട്ടോ. നമ്മുടെ ഷെൽഫിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ വൈറ്റും ഗോൾഡൻ കളർ തന്നെയാണ്. അപ്പോൾ അതിലൊക്കെ മാസ്കിങ് ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ദൂരെ നിന്ന് നോക്കുന്ന സമയത്ത് എനിക്ക് എന്തോ ഒരു കുറച്ചിലിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അത് ജസ്റ്റ് ഒന്ന് മാറ്റി. പിന്നെ ഫ്രൂട്ട്സിൽ തണ്ണിമത്തനും ബ്ലാക്ക് ഗ്രേപ്സുമാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാനും റനക്കുട്ടിയും അധികം വീഡിയോയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹയാനെ കൊണ്ട് ഇതൊക്കെ ഏൽപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ അവനാവുമ്പോൾ പിന്നെ ഏത് രൂപത്തിൽ വന്നാലും കുഴപ്പമൊന്നുമില്ലല്ലോ. റനക്കുട്ടി വീട്ടിലിടുന്ന ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അവൾ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാവും എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഒക്കെ. പക്ഷെ വീഡിയോയിലധികം ഇൻക്ലൂഡ് ആക്കാത്തതാണ് ഞാൻ. പിന്നെ അവൾക്കും ഒട്ടും താല്പര്യമില്ല കേട്ടോ, ഈ സോഷ്യൽ മീഡിയയും വീഡിയോയിൽ വരുന്നതും ഒന്നും ഒട്ടും താല്പര്യമില്ലാത്ത ആളാണ്. പിന്നെ ഇതേ ഹയാനത്ത് ഡേറ്റ്സ് എടുത്ത് വെക്കാൻ പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് അവൻ ഇങ്ങനെ ഭംഗിയില്ലാതെ ഇടുമ്പോൾ ചുച്ചുക്കുട്ടി വന്നിട്ട്, അപ്പോൾ ഞാൻ പറഞ്ഞു ചുച്ചുക്കുട്ടി അത് അറേഞ്ച് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട്. ചുച്ചുക്കുട്ടി എല്ലാം നല്ല ഭംഗിയായിട്ട്, ഞാനിപ്പോൾ എവിടേക്കെങ്കിലും ഷൂട്ടിന് പോയി എന്ന് പറഞ്ഞില്ലേ, തിരിച്ച് വരുമ്പോഴേക്കും എൻ്റെ റൂമിലെ ഷെൽഫൊക്കെ എല്ലാം അടുക്കി പെറുക്കി നീറ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് എന്തെങ്കിലും ചെയ്ത് തന്നിട്ട് ഞാൻ അവളെ താങ്ക് യു ചുച്ചുക്കുട്ടി, ഐ ലവ് യു ചുച്ചുക്കുട്ടി എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോന്നൊക്കെ ചെയ്യും. പിന്നെ ഇതേ ചുച്ചു ചെയ്യണത് കണ്ടിട്ട് ഹേസും വന്നിട്ട് ഞാനും അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് അവർ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ പാത്രത്തിൽ അറേഞ്ച് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്തൊരു സമാധാനമാണെന്നറിയോ, ടേബിളൊന്നും ഫ്രീ ആയിട്ട് കണ്ടതിന് ശേഷം. ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ആ വലിയ ടേബിള് ഇത്ര ദിവസം കുട്ടികൾ കിടന്നിട്ടുണ്ടായിരുന്നില്ലേ, കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ആ റൂം, അപ്പോൾ അതൊരു ഡൈനിങ് സ്പേസ് അല്ല, ഞാൻ അവിടെ ഷൂട്ട് ചെയ്യാനുള്ള സംഭവമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ. പിന്നെ ഇത്ര ദിവസം ഈ ടേബിളൊക്കെ എൻഗേജ്ഡ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പുറത്തൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്, കുട്ടികളുടെ ടേബിള്. അപ്പോൾ ചുച്ചു അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി തരുന്നുണ്ട്. അടുത്തത് കടികളൊന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ഇപ്രാവശ്യം പലഹാരം അധികം വേണ്ട എന്നൊക്കെ റനക്കുട്ടി പറയുന്നുണ്ട്. പക്ഷേ വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ അവൾ കഴിക്കും കേട്ടോ. പിന്നെ ഞാൻ അധികം ഡീപ് ഫ്രൈ ചെയ്യില്ല എന്നല്ല, പക്ഷെ അധികം ചെയ്യാറില്ല. മാക്സിമം അതല്ലാത്ത സാലഡ്സ് അങ്ങനെയുള്ള സംഭവങ്ങളാണ് കേട്ടോ കൂടുതലായിട്ട് നമ്മൾ ഉണ്ടാക്കാറുള്ളത്. പിന്നെ കടിയൊക്കെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ പിന്നെ എല്ലാം അങ്ങനെ പീസാക്കിയിട്ട് വെച്ചു. നമ്മൾ ആൾക്കാർ കൂടുതലുള്ളതല്ലേ, അത്രയൊക്കെ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ പൊതുവെ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ അറിയാമല്ലോ, നല്ലോണം എണ്ണയൊക്കെ കുടിച്ചിട്ട് അധികം ഹെൽത്തി അല്ലാത്ത സംഭവങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെ നമ്മൾ വലിയവർക്ക് അവിടെ ടേബിളിൽ സെറ്റ് ചെയ്യുന്നുണ്ട്, മക്കൾക്ക് ഇവിടെ ഈ ഒരു ടേബിളിലാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ അടിയാവില്ല. പിന്നെ നമുക്ക് ചെയറുകൾ തീരില്ല കേട്ടോ, ആകെ 3 ചെയറേ ഉള്ളൂ. ഒരെണ്ണം മുകളിൽ അനീഷക്ക് നമ്മുടെ സാധനങ്ങൾ ഓർഡർ എടുക്കാനും വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി 2 ചെയർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് തോന്നി എൻ്റെ ഫർണിച്ചർ ഷോപ്പുള്ള സമയത്ത് മര്യാദയ്ക്ക് എൻ്റെ ആവശ്യങ്ങൾക്കുള്ള ചെയർ കാര്യങ്ങളെങ്കിലും ഞാൻ എടുക്കുമായിരുന്നു. അതുപോലെ എടുത്തില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം ചെയറില്ലാതായപ്പോൾ.
3 ചെയർ വെച്ചിട്ടാണ് ഒപ്പിക്കുന്നത്. വാങ്ങാൻ പൈസ ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ ദാരിദ്ര്യം പറയാമെന്ന് വിചാരിക്കരുത്. ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാര്യങ്ങളിങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങളിങ്ങനെ ഒപ്പിച്ച് കൊണ്ടുപോകും. ഒരു പരിപാടിയാണ്. ഇൻഷാ അല്ലാ നല്ല ടേബിളൊക്കെ ഭാവിയിൽ എപ്പോഴെങ്കിലുമൊക്കെ വാങ്ങാം. അപ്പോൾ ദേ അവരോട് നോമ്പുറക്കാൻ സമയമായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യിപ്പിച്ച് അങ്ങനെ ബാങ്ക് കൊടുത്തു. നമ്മൾ നോമ്പുറക്കാനായിട്ട് പോവാണ്. ചുച്ചുക്കുട്ടി നോമ്പെടുക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അത്താഴത്തിന് ഞാൻ വിളിച്ചു വിട്ടില്ല. അതിനു വേണ്ടി 1 മണിക്കൂറോളം കരഞ്ഞു കേട്ടോ രാവിലെ. അപ്പോൾ പിന്നെ സെക്കൻഡ് നോമ്പ് എന്തായാലും നിന്നെ കൊണ്ട് എടുപ്പിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ വാക്ക് കൊടുത്തതിൻ്റെ പുറത്ത് അവളങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ നോമ്പ് തുറ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ കൂടുതൽ ആർഭാടങ്ങളൊന്നുമില്ല. മട്ടൻ കറി, പത്തിരി, പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് കടികളുമാണ്. അപ്പോൾ എൻ്റെ നിസ്കാരം കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പോൾ നമ്മളെന്താണോ കാണിക്കുന്നത് അതാണല്ലോ മക്കളും കണ്ടുപിടിക്കുക. അപ്പോൾ ചുച്ചുക്കുട്ടി മോടി വന്നിട്ട് ഞാനും നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഓളൊക്കെ എടുത്തിട്ട് എൻ്റെ നിസ്കാരക്കുപ്പായൊക്കെ ഇട്ടിട്ട് നിസ്കരിക്കാൻ കേട്ടോ. അപ്പോൾ ഹയാമല്ല ചുച്ചുക്കുട്ടീനെ ഒന്ന് ചിരിപ്പിക്കാനും വേണ്ടിയിട്ടൊന്ന് നോക്കിയതായിരുന്നു. പിന്നെ ഹയാൻ മുസല്ലയ്ക്കും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഞാൻ അവർക്ക് വേറെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തെ റനക്കുട്ടി നിസ്കരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഇവൻ ഈ മുസല്ലയ്ക്കും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ ഞാൻ അപ്പോഴേക്കും എന്ത് ചെയ്തു എന്നറിയോ, ഈ റൂമിലത്തെ കട്ടിൽ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. അതൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. മാറ്റിയിട്ട് ബുക്ക് ഷെൽഫായിരുന്നു അപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ മുക്കിൽ. അതിനെ ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. കാരണം നമുക്ക് എത്ര ഷെൽഫ് ഉണ്ടെങ്കിലും മതിയാവില്ല. നമ്മുടെ പഴയ വീട്ടിൽ കുറേ ഷെൽഫുള്ളതുകൊണ്ട് പാത്രങ്ങളൊക്കെ അതിൽ ഒതുങ്ങി. പക്ഷേ ഇതിലതില്ലാത്തതുകൊണ്ട് പറ്റില്ല. അപ്പോൾ ഞാൻ അതിനെ ഇനി പാത്രങ്ങളൊക്കെ വെക്കാനും വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ ആ ഒരു ഷെൽഫ്. അങ്ങനെ ഈ ഒരു ഹാളാണിത്. ആക്ച്വലി കുട്ടികൾ ഇത് നമ്മൾ കിച്ചൺ ആക്കണം എന്നൊക്കെ ആദ്യം വിചാരിച്ചിരുന്നായിരുന്നു. പിന്നെ എനിക്ക് ഓവർ റിസ്ക് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ഐഡിയാസൊക്കെ മാറ്റിയതാണ് കേട്ടോ. അങ്ങനെ ആ റൂം മക്കൾക്ക് മൊത്തത്തിൽ സെറ്റാക്കിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞു. ഇത് 2ാമത്തെ നോമ്പിൻ്റെ അത്താഴത്തിൻ്റെ ദിവസമാണ്. താജുസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. നിസ്കരിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ ചൂടാക്കാനായിട്ട് വെച്ചിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ അത്താഴത്തിന് ഈ ഒരു മട്ടൻ്റെ കുറച്ച് എന്താ പറയുക ലിവറല്ല വേറെ കുറച്ച് സാധനമില്ലേ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ ചോറും കറിയുമാണ് കേട്ടോ. നോമ്പുറക്കാൻ വെച്ച കറി തന്നെയാണ്. അപ്പോൾ എനിക്ക് പിന്നെ മറ്റേ ഗ്രേവി മതി എന്ന് പറഞ്ഞിട്ട് വേറെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ഇതാണ് നമ്മുടെ ഇന്നത്തെ അത്താഴത്തിൻ്റെ ഫുഡ്. പിന്നെ ഞാനൊരു ടിപ്സ് പറഞ്ഞു തരട്ടെ. ഞാൻ പോയ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ട്രൈ ചെയ്ത് നോക്കി സക്സസ് ആയതാണ്. നമ്മൾ ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല ടയേർഡൊക്കെ ഉണ്ടാവില്ല. അങ്ങനെ ടയേർഡ് ആവാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്താഴത്തിന് എന്ത് ചെയ്യാമെന്നറിയോ, ഞാൻ പറയാം. അതിന് മുമ്പ് പാത്രങ്ങളും ഗ്ലാസ്സുകളൊക്കെ ടേബിളിൽ വെക്കാനും വേണ്ടിയിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. റനാനെയും ഹയാനെയും വിളിച്ചിട്ടുണ്ട്, അവർ എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചുച്ചുക്കുട്ടീനെയും അവരെയും വിളിച്ച് അവർക്ക് വേണ്ട പാത്രങ്ങളും വെള്ളങ്ങളൊക്കെ എടുത്തിട്ട് ടേബിളിലേക്ക് പോയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ടിപ്സ്. നിങ്ങൾക്ക് വിശപ്പ് അറിയണം. ഇനി അതിന് നെഗറ്റീവായിട്ട് കാണണ്ട. നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ക്ഷീണം ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 5 ബദാമും ഒരു 2 ഈത്തപ്പഴവും അത്താഴത്തിന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം ക്ഷീണം ഉണ്ടാവില്ല കേട്ടോ. വിശപ്പൊക്കെ അറിയില്ല എന്നല്ല, വിശപ്പ് അറിയാൻ വേണ്ടിയിട്ടാണ് നോമ്പ് വെക്കണമെന്നൊക്കെ കൊണ്ട് ഓരോരുത്തർ വരും. അതിനല്ല, ഇത് നല്ലതാണ് കഴിക്കുന്നതും. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അധികം ടയേർഡ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ കിച്ചണിലൊക്കെ ഒരുപാട് സമയം നിൽക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അങ്ങനെ ഒന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്കധികം ക്ഷീണം ഉണ്ടാവില്ല. അതിന് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് ഉള്ളത്. ഇനി പുതിയ റെസിപ്പീസും കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവർ ഇൻഷാ അല്ലാഹ് ബൈ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.